വായിക്കാൻ സമയമില്ലെന്ന് പറഞ്ഞ് വായനയെ മാറ്റിവെക്കുന്നവരാണ് നമ്മളിൽ വലിയൊരു വിഭാഗം ആളുകളും. എന്നാൽ വായനയ്ക്ക് സമയമെടു തടസ്സമേയല്ല എന്ന് തെളിയിക്കുന്നൊരു കാഴ്ച ഇന്നലെ ഗുരുവായൂരിൽ നഗരസഭയുടെ ഷീ സ്റ്റേ ഹോമിൻ്റെ ഉദ്ഘാടന വേദിയിൽ കണ്ടു. ആ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തത് സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന ക്യാപ്റ്റൻ ലക്ഷ്മിയുടെ മകൾ മുൻ MP സുഭാഷിണി അലിയായിരുന്നു. വേദിയിൽ പ്രസംഗങ്ങൾ ആരംഭിച്ചപ്പോൾ സുഭാഷിണി അലി തൻ്റെ ബാഗിൽ നിന്ന് താൻ സൂക്ഷിച്ചിരുന്ന പുസ്തകമെടുത്ത് പതുക്കെ താളുകൾ മറിച്ച് വായിക്കാൻ തുടങ്ങി. ഖുഷ്വന്ത് സിംഗിൻ്റെ ട്രെയിൻ ടു പാകിസ്ഥാൻ, ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിൻ്റെ വേദനകളുടെ കഥ പറയുന്ന ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന ഇംഗ്ലീഷ് നോവലാണ് അവർ ആ വേദിയിലിരുന്ന് താളുകൾ മറിച്ച് വായിച്ചിരുന്നത്. ടൗൺ ഹാളിൽ നിറഞ്ഞു കവിഞ്ഞ ജനം മുഴുവൻ സാക്ഷിയായിരിക്കുമ്പോഴും പ്രസംഗങ്ങൾ തകർത്ത് മുന്നേറുമ്പോഴും വായനയുടെ മറ്റൊരു ലോകത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്നു 77-കാരിയായ സുഭാഷിണി അലി. വായിക്കാനൊരു മനസ്സുണ്ടെങ്കിൽ മറ്റു ഘടകങ്ങളൊന്നും വായനയ്ക്ക് തടസ്സമായി വരില്ല എന്നൊരു സന്ദേശമാണ് സുഭാഷിണി അലി ടൗൺ ഹാൾ തിങ്ങി നിറഞ്ഞ സദസ്സിന് മുന്നിൽ നൽകിയത്. ഏറെ തിരക്കുകളും യാത്രകളുമൊക്കെ നിറഞ്ഞ തൻ്റെ ജീവിതത്തിൽ താൻ വായനയ്ക്ക് സമയം കണ്ടെത്തുന്നത് ഇത്തരം ചില ഇടവേളകളാണെന്ന് സുഭാഷിനി അലി പിന്നീട് പറഞ്ഞു. തിരക്കും സമയക്കുറവും ഒക്കെ പറഞ്ഞ് വായനയെ മാറ്റിവെക്കുന്നവർക്ക് മുന്നിൽ മറ്റൊരു സാക്ഷ്യം തീർക്കുകയായിരുന്നു ടൗൺ ഹാളിലെ ജനസഞ്ചയത്തിന് മുന്നിൽ സുഭാഷിനി അലി. വായിക്കാനൊരു മനസ്സുണ്ടെങ്കിൽ തിരക്കോ സമയക്കുറവോ അതിനൊരു തടസ്സമാകില്ലെന്ന് അവർ തെളിയിച്ചു. കൃത്യസമയത്ത് തന്നെ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ അവർ ജനപ്രതിനിധികളുമായും കുടുംബശ്രീ പ്രവർത്തകരുമായും സംസാരിക്കുന്നതിനും അവരെ പരിചയപ്പെടുന്നതിനും കുശലാന്വേഷണം നടത്തുന്നതിനുമൊക്കെ ഏറെ സമയം കണ്ടെത്തുകയും ചെയ്തു.